ഹായ് ഗായ്സ്, അപ്പം നമ്മൾ ഒരു അടിപൊളിയായിട്ടുള്ള റോഡ് സൈഡ് കിട്ടുന്ന കാളൻ റെസിപ്പി നോക്കാം കേട്ടോ. അത് തമിഴ്നാട്ടിൽ മാത്രം കിട്ടുള്ളൂ. അങ്ങനെയെന്നാണ് എനിക്കറിയാം കേട്ടോ. അപ്പം അതിന് ആവശ്യമുള്ളത് വന്നിട്ട് ക്യാബേജ് ചെറുതായിട്ടൊന്ന് മുറിച്ച് വയ്ക്കുക. അതിൻ്റെ കൂടെ കോൺഫ്ലവർ മാവ്, മൈദാമാവ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, കുറച്ച് കറിവേപ്പില, ഉപ്പും കൂടി കൂട്ടി ഇതുപോലെ ഒന്ന് കുഴച്ച് വെക്കണം. അതിനുശേഷം എണ്ണയിൽ നല്ല ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. ആ പൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊരു മസാല ഉണ്ടാക്കണം. ഈ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി ചെറുതായിട്ടും മുറിച്ച് വെച്ചിട്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ചും അത് നല്ലോണം വഴറ്റുമ്പോൾ വന്നിട്ട് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എഗെയിൻ കുറച്ചും കൂടി കൂട്ടിയിട്ട് ചിക്കൻ മസാലയും കൂട്ടി ഉപ്പും കൂട്ടി നല്ലോണം വഴറ്റണം. അതിൻ്റെ ഇടയിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടി കുറച്ച് ഒരു ടൊമാറ്റോയും പിന്നെ ഒരു പച്ചമുളകും കൂട്ടിയിട്ട് കുറച്ച് ഷുഗറും ഉപ്പും കൂട്ടി നല്ലോണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇത് നമ്മൾ മിക്സ് ചെയ്യാൻ വെച്ച മസാലയിലോ നല്ലോണം ഇട്ട് നല്ലോണം തിളച്ചതിന് ശേഷം കുറച്ച് കോൺഫ്ലവർ മാവ് കലക്കി അതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പൊരിച്ച് വെച്ചിട്ടുള്ള ഈ സാധനമില്ലേ അത് വന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലോണം തിക്നെസ് വരും കേട്ടോ. അപ്പോൾ അവർക്ക് ഓരോ ആൾക്കാർക്ക് ഓരോ ടേസ്റ്റ് അല്ലേ. അപ്പോൾ തിക്നെസ് ആയിട്ട് വേണ്ടവർക്ക് തിക്കായിട്ട് കഴിക്കാം, അല്ല കുറച്ചും കൂടി വെള്ളമായിട്ട് കഴിക്കുന്നവർക്ക് വെള്ളമായിട്ട് കഴിക്കാം. അതിനുശേഷം അതിൽ കുറച്ച് മുകളിൽ ഒരു മല്ലിയിലയും പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മുറിച്ച് അതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നല്ല ഇതുപോലത്തെ കാറ്റും മഴയൊക്കെ ഉള്ള സമയത്ത് ഒരു കട്ട ചായയുടെ കൂടെ അതൊന്ന് എടുത്ത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് കോൺഫ്ലവർ മാവും മൈദാമാവും മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള മസാല, എന്ത് ചാറ്റ് മസാല ചേർത്താം, അങ്ങനെ നമുക്ക് ഗരം മസാല ചേർത്താം, അങ്ങനെ എന്ത് മസാല വേണമെങ്കിൽ നമുക്ക് ചേർത്താം കേട്ടോ. അപ്പോൾ അടിപൊളിയായിരിക്കും. ഇതുപോലെ മഴയ്ക്ക് ചൂട് കട്ടൻ്റെ കൂടെ നമുക്ക് ഇതുപോലെ കഴിക്കാം.